2026 ഫിഫ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ കാനഡ, മെക്സിക്കോ, അമേരിക്ക. 2026 ഫിഫ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത് കാനഡ, മെക്സിക്കോ, അമേരിക്ക. 2026 ഫിഫ ലോകകപ്പിൽ പങ്കെടുക്കുന്ന ആകെ ടീമുകളുടെ എണ്ണം 48. 2026 ഫിഫ ലോകകപ്പിന്റെ ഔദ്യോഗിക ചിഹ്നങ്ങൾ മാപ്പിൾ, സായു, ഈല. 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പിന് മത്സരിച്ച് യോഗ്യത നേടുന്ന ആദ്യത്തെ ഏഷ്യൻ രാജ്യം ജപ്പാൻ. ഫിഫ ലോകകപ്പിന് യോഗ്യത നേടിയ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ രാജ്യം കുറഗാവോ. കേന്ദ്ര കായിക മന്ത്രാലയത്തിനു കീഴിൽ പ്രവർത്തിക്കുന്ന നെഹ്റു യുവകേന്ദ്രയുടെ പുതിയ പേര് മേരാ യുവ ഭാരത്. കേന്ദ്ര കായിക മന്ത്രാലയത്തിനു കീഴിൽ പ്രവർത്തിക്കുന്ന നെഹ്റു യുവകേന്ദ്രയുടെ പുതിയ പേര് മേരാ യുവ ഭാരത്. കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ കീഴിൽ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് സ്റ്റേഡിയം നിലവിൽ വരുന്ന ജില്ല കൊല്ലം. എഴുകോൽ. കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ കീഴിൽ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് സ്റ്റേഡിയം നിലവിൽ വരുന്ന ജില്ല കൊല്ലം. 2026 ഏഷ്യൻ ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ജപ്പാൻ. 2027 പ്രഥമ ബിംസ്റ്റെക് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇന്ത്യ. 2026 ഏഷ്യൻ ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്നത് ജപ്പാൻ. 2027 പ്രഥമ ബിംസ്റ്റെക് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്നത് ഇന്ത്യ. 2026 ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ വേദി ഡൽഹി. 2026 ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ വേദി ഡൽഹി. 2026 വനിതാ പുരുഷ ലോകകപ്പ് ഹോക്കി മത്സരങ്ങൾക്ക് വേദിയാകുന്ന രാജ്യം ബെൽജിയം, നെതർലാൻഡ്സ്. 2026 വനിതാ പുരുഷ ലോകകപ്പ് ഹോക്കി മത്സരങ്ങൾക്ക് വേദിയാകുന്ന രാജ്യം ബെൽജിയം, നെതർലാൻഡ്സ്. 2026 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി ഗ്ലാസ്ഗോ, സ്കോട്ട്ലൻഡ്. 2030 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി അഹമ്മദാബാദ്. ഫിഡെ വനിതാ ചെസ് ലോകകപ്പ് വേദി ബാത്തുമി, ജോർജിയ. ഫിഡെ വനിതാ ചെസ് ലോകകപ്പ് വേദി ബാത്തുമി, ജോർജിയ. സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ രണ്ടാം സീസണിൽ തൃശൂർ മാജിക് എഫ്സിയെ പരാജയപ്പെടുത്തി കിരീടം നേടിയത് കണ്ണൂർ വാരിയേഴ്സ് എഫ്.സി. സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ രണ്ടാം സീസണിൽ തൃശൂർ മാജിക് എഫ്സിയെ പരാജയപ്പെടുത്തി കിരീടം നേടിയത് കണ്ണൂർ വാരിയേഴ്സ് എഫ്.സി. 2026 സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സ് വേദി കൊച്ചി. 2026 സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സ് വേദി കൊച്ചി. ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പര ജേതാക്കൾക്ക് ലഭിക്കുന്ന ട്രോഫിയുടെ പുതിയ പേര് ആൻഡേഴ്സൺ ടെൻഡുൽക്കർ ട്രോഫി. ആലപ്പുഴയിലെ പുന്നമടക്കായലിൽ നടന്ന 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം വള്ളം തുഴഞ്ഞു നീങ്ങുന്ന കാക്കത്തമ്പുരാട്ടി. തയ്യാറാക്കിയത് എസ്. അനുപമ. ആലപ്പുഴയിലെ പുന്നമടക്കായലിൽ 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ചിഹ്നം വെള്ളം തുഴഞ്ഞു നീങ്ങുന്ന കാക്കത്തമ്പുരാട്ടി. മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ബാലൺ ദ്യോർ പുരസ്കാരം ലഭിച്ചത് ഫ്രഞ്ച് താരം ഉസ്മാൻ ഡെംബലയ്ക്ക്. PSG കളിക്കാരനാണ്. മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ബാലൺ ദ്യോർ പുരസ്കാരം ലഭിച്ചത് ഫ്രഞ്ച് താരം ഉസ്മാൻ ഡെംബലയ്ക്ക്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിന്റെ ഇന്ത്യയിലെ ഔദ്യോഗിക അംബാസിഡറായി നിയമിതനായത് സഞ്ജു സാംസൺ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ സെഞ്ചുറി നേടിയ ഇന്ത്യൻ വനിതാ താരം സ്മൃതി മന്ദാന. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ സെഞ്ചുറി നേടിയ ഇന്ത്യൻ വനിതാ താരം സ്മൃതി മന്ദാന. ഹരിയാന സംസ്ഥാന വനിതാ കമ്മീഷന്റെ ബോർഡ് അംബാസിഡറായി നിയമിതയായ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ഷെഫാലി വർമ്മ. ഹരിയാന സംസ്ഥാന വനിതാ കമ്മീഷന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതയായ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ഷെഫാലി വർമ്മ. MS ധോണിയെ ബ്രാൻഡ് അംബാസിഡറായി നിയമിച്ച ബാങ്ക് SBI. MS ധോണിയെ ബ്രാൻഡ് അംബാസിഡറായി നിയമിച്ച ബാങ്ക് SBI. ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയത് ജാനിക് സിന്നർ. ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയത് ജാനിക് സിന്നർ, ഇറ്റലി. ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ വിഭാഗം മാഡിസൺ കീസ്, അമേരിക്ക. ഓസ്ട്രേലിയൻ ഓപ്പൺ ജാനിക് സിന്നർ, മാഡിസൺ കീസ്. വിംബിൾഡൺ പുരുഷ വിഭാഗം ജാനിക് സിന്നർ. ഓസ്ട്രേലിയൻ ഓപ്പണും വിംബിൾഡൺ നേടിയതും ജാനിക് സിന്നറാണ്. ഫ്രഞ്ച് ഓപ്പൺ വനിതാ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയത് കൊക്കോ ഗൌഫ്. US ഓപ്പൺ പുരുഷ വിഭാഗം സിംഗിൾസ് നേടിയത് കാർലോസ് അൽക്കാരസ്. 2027 നടക്കുന്ന 39ാമത് ദേശീയ ഗെയിംസിന്റെ വേദി മേഘാലയ. ഇന്ത്യൻ അത്ലറ്റിക്സ് ഫെഡറേഷന്റെ അത്ലറ്റ്സ് കമ്മീഷൻ അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ടത് അഞ്ജു ബേബി ജോർജ്.
ഫിഡെ റേറ്റിംഗ് ലഭിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ താരം സർവജ്ഞ സിംഗ് കുശ്വാഹ. ഫിഡെ റേറ്റിംഗ് ലഭിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ താരം സർവജ്ഞ സിംഗ് കുശ്വാഹ. 64ാമത് സുബ്രതോ കപ്പ് ടൂർണമെന്റിൽ കിരീടം നേടുന്ന കേരളത്തിൽ നിന്നുള്ള ആദ്യ സ്കൂൾ ഫറൂഖ് ഹയർ സെക്കൻഡറി സ്കൂൾ. കേരള പ്രീമിയർ ചെസ് ലീഗിന്റെ പ്രഥമ സീസൺ വിജയി കോഴിക്കോട് കിങ്സ്ലേയേഴ്സ്. കേരള പ്രീമിയർ ചെസ് ലീഗിന്റെ പ്രഥമ സീസണിൽ വിജയികൾ കോഴിക്കോട് കിങ്സ്ലേയേഴ്സ്. ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവായി 2025 ആരെയാണ് പ്രഖ്യാപിച്ചത്? മേജർ സിയാവൂർ റഹ്മാൻ. ബംഗ്ലാദേശിൽ നടന്ന ബഹുജന പ്രക്ഷോഭം അടിച്ചമർത്തിയെന്ന പേരിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന. വെനസ്വേലൻ ഭരണാധികാരി നിക്കോളാസ് മഡൂറോയെ പിടികൂടാനായി കാരക്കാസിൽ US നടത്തിയ സൈനിക നടപടി ഓപ്പറേഷൻ ആബ്സല്യൂട്ട് റിസോൾവ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമായി ഇന്ത്യ 2025 ചൈനയെ മറികടന്ന് ഒന്നാമതെത്തി. സുഗതകുമാരിയുടെ സ്മരണയ്ക്കായി സോൾ ലൈറ്റ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഏർപ്പെടുത്തിയ പുരസ്കാരം കവി പ്രഭാവർമ്മയുടെ രൗദ്രസാത്വികം എന്ന കൃതിക്ക്. 2025 എന്തിൻ്റെയൊക്കെ വർഷമായിട്ടാണ് ഐക്യരാഷ്ട്രസഭ ആചരിക്കുന്നത്? അന്താരാഷ്ട്ര സമാധാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വർഷം, അന്താരാഷ്ട്ര ഹിമാനി സംരക്ഷണ വർഷം, അന്താരാഷ്ട്ര സഹകരണ വർഷം, അന്താരാഷ്ട്ര ക്വാണ്ടം ശാസ്ത്ര സാങ്കേതിക വർഷം. 2026 എന്തിൻ്റെയൊക്കെ വർഷമായിട്ടാണ് ഐക്യരാഷ്ട്രസഭ ആചരിക്കുന്നത്? അന്താരാഷ്ട്ര റേഞ്ച്ലാൻഡ്സ് ആൻഡ് പാസ്റ്ററലിസ്റ്റ് വർഷം, സുസ്ഥിര വികസനത്തിനായുള്ള അന്താരാഷ്ട്ര വളണ്ടിയർ വർഷം, അന്താരാഷ്ട്ര വനിതാ കർഷക വർഷം. ചൈന തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മോഡൽ ഡീപ്സീക്ക്. 2025 ഫെബ്രുവരിയിൽ അന്തരിച്ച നമീബിയയുടെ രാഷ്ട്രപിതാവും ആദ്യ പ്രസിഡന്റുമായ വ്യക്തി സാം നുജോമ. ബഹിരാകാശത്ത് ആകെ ഏറ്റവും കൂടുതൽ കാലം ചെലവഴിച്ച വനിത പെഗ്ഗി വിറ്റ്സൺ.